കഴിഞ്ഞ ദിവസങ്ങളായി എല്ലാം പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരുന്ന പ്രധാന വിഷയങ്ങളുണ്ട്. ഭരണപക്ഷത്തിനെതിരെ ഇപ്പോൾ കരിമണൽ കരിമണലിലെ യൂ ടേൺ, അതുപോലെ തന്നെ ഈ ബക്കാഡി കമ്പനിയുമായിട്ട് അതിൻ്റെ ഭാഗത്തു നിന്നും സതീശൻ പൈസ വാങ്ങിയിട്ടുണ്ടോ? മദ്യനയം. മദ്യനയത്തെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം. പിന്നീട് ഈ പി.എം. ശ്രീ പി.എം. ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഞങ്ങൾ മരവിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും സതീശന് അതും പൈസ തട്ടാൻ വേണ്ടിയിട്ടാണോ? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇന്നലെ പിണറായി വിജയന് സഭയിൽ കൃത്യമായിട്ടുള്ള മറുപടി സതീശൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കിടന്ന് വിലപിക്കുന്ന അല്ലെങ്കിൽ കിടന്ന് കരയുന്ന കരയുന്ന പിണറായി വിജയനെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ശരിക്കും സഭയിലെ ഒരു അവസ്ഥ? ഇനി ഇത്തരം വിഷയങ്ങൾ എന്തായിരിക്കും ഇനി ഉന്നയിക്കാൻ ഇവർ ശ്രമിക്കുന്നത്? അതിനു മുമ്പ് നമ്മളൊരു കാര്യം പറയണം. പിണറായി ഒന്ന് സതീശനൊരു ഞോണ്ടി. ഉം. അതായത് നിങ്ങൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഈ മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചത്. പക്ഷെ ഞാൻ എന്ത് എളുപ്പത്തിൽ ഒപ്പോസിഷൻ ലീഡറുടെ കസേര ഉറപ്പിച്ചു എന്ന്. കാസ്റ്റിംഗ് വോട്ട് ചെയ്താണ് പിണറായി പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലേക്ക് വന്ന് കയറിയിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവരുടെ പാർട്ടിയുടെ ആരാകണം ഒപ്പോസിഷൻ ലീഡർ എന്നുള്ള ചർച്ച നടക്കുമ്പോൾ ഫോറും എഗെയിൻസ്റ്റും ഉണ്ടായിരുന്നു പിണറായിക്ക്. പിണറായി സ്വയമായിട്ട് അവസാനം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവെന്ന്. അതോടുകൂടി ആ ചർച്ചകൾ അവസാനിച്ചു. അതൊക്കെ നമുക്കറിയാം. പക്ഷേ രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എത്രമാത്രം ആവേശത്തോടു കൂടിയാണ് സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ സംസാരിച്ചിരുന്നത്. അതേ ആവേശത്തോടു കൂടിയാണ് തൻ്റെ പ്രായവും തൻ്റെ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും, അതായത് പലതരത്തിലെ ശാരീരികമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുള്ള അസുഖബാധിതനാണ് അദ്ദേഹം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ മാറ്റിയിട്ട് ആ മയക്ക് കിട്ടുമ്പോൾ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കത്തിക്കയറുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. അതിനെ ഭരണ ബെഞ്ചുകൾ തടയിടുന്ന കാഴ്ച കാണാൻ രസമുണ്ട്. ഈ വെറുതെ കത്തിക്കേറുന്നതുമല്ല, ആ കൃത്യമായിട്ട് തെളിവുകൾ എടുത്ത് വെച്ചിട്ടാണ് കത്തിക്കേറുന്നത്. അപ്പോൾ ഉം, അപ്പുറത്തുനിന്ന് ആകെ ചെയ്യാൻ പറ്റുന്നത് ബഹളം ഉണ്ടാക്കുക ഉം. എന്നത് മാത്രമാണ്. അതെ. പക്ഷെ ഇപ്പോൾ സഭാ ടി വിയുടെ റേറ്റിംഗ് നല്ലോണം കൂടിയിട്ടുണ്ട്. എല്ലാവരും എന്താണ് ഉം. സഭയിൽ നടക്കുന്നതെന്ന് നോക്കുന്നുണ്ട്. കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക സാംസ്കാരിക മേഖലകളെ തകർക്കുന്ന പല കാര്യങ്ങളും ശ്രീ സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ സഹപ്രവർത്തകരുടെ അനുവാദമോ സമ്മതമോ ഇല്ലാണ്ട് ചർച്ച ചെയ്യാണ്ട് തീരുമാനിച്ച് അവതരിപ്പിക്കുമ്പോഴാണ് സഹപ്രവർത്തകരോ അത് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരോ അറിയുന്നത് ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ടെന്ന്. നമ്മുടെ VM സുധീരൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുകൾ അവർക്കുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവർക്കുള്ള പ്രതിഷേധം പരസ്യമായിട്ട് അറിയിച്ചു കഴിഞ്ഞു. ഉം. ഇപ്പം മദ്യനയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ എഗെയിൻസ്റ്റ് ആയിരുന്നു ശ്രീ സുധീരൻ. മദ്യശാലകൾ കൂട്ടുന്നതിനെക്കുറിച്ചും പുതിയ പുതിയ ലിക്കർ ബ്രാൻഡുകൾ വരുന്നതിനെക്കുറിച്ചും മദ്യ നിരോധനം നടപ്പിലാക്കണമെന്നൊക്കെ മുമ്പിൽ നിന്ന് പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി സമരങ്ങൾ നടത്തുകയും ചെയ്തൊരു വ്യക്തിയാണ് സുധീരൻ. പക്ഷേ സതീശൻ വരുമ്പോഴല്ലേ അറിയണത്, അന്നല്ലേ അറിയുന്നത്. ഈവൻ കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ലിജു ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ട് ഞങ്ങൾക്കിതിൽ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് വീര്യം കുറഞ്ഞ മദ്യം സ്ത്രീകളെയും കുട്ടികളെയും അഡിക്റ്റ് ആക്കാനോ? എന്തിനാണ് ഇവർ ടാക്സ് കൂട്ടി വയ്ക്കുന്നു എന്ന് പറയുന്നത്? അത് മാത്രമേ കേരളത്തിൻ്റെ ആകെ റവന്യൂ ഇൻകം എന്ന് പറയുന്നത് മദ്യവും അല്ലെങ്കിൽ ലോട്ടറിയുമാണ്. രണ്ടും ഒരുതരം ഗാംബ്ലിംഗ് ആണ്, ആൾക്കാർക്ക് അഡിക്ഷൻ വരുന്ന കാര്യമാണ്. വേറെ യാതൊരു പദ്ധതിയും ഇവിടെ മുമ്പിലില്ലേ? കേരളത്തിനെ പോലെ എല്ലാ തരത്തിലുള്ള വിഭവങ്ങളുമുള്ള സംസ്ഥാനത്ത് വേറെ എന്തൊക്കെ നമുക്ക് ചെയ്യാം? ഈവൻ ഒരു ഫർണിച്ചർ ബിസിനസ് വരെ ഒന്നും പരാമർശിച്ച് പോയിട്ടുണ്ട്. ശരിയാണ്, നോർത്ത് ഇന്ത്യയിലേക്കൊന്ന് പോയി നോക്കൂ. അവിടെ എന്ത് നല്ല നല്ല ഫർണിച്ചറുകൾ കിട്ടും, വളരെ വിലക്കുറവിൽ കിട്ടും. അവിടെയുള്ള വസ്തുക്കൾ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഫർണിച്ചറുകൾ, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ നടപ്പാക്കാനായിട്ട് പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ പൂച്ചയൊക്കെ മാറ്റിയിട്ട് ഖജനാവിൽ എന്തെങ്കിലും കാശ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും കയറി പിടിച്ചിട്ട് വീര്യം കുറഞ്ഞ മദ്യം എന്തിനു വേണ്ടിയിട്ട് അഡിക്റ്റഡ് ആക്കാനോ? ഈ മദ്യം കുടിച്ചിട്ടാണ് അവർ കുറച്ചും കൂടെ നല്ല നമുക്കൊരു ദം കിട്ടുന്ന പോലത്തെ മദ്യം, അല്ലെങ്കിൽ പിന്നെ വിസ്കി ആവട്ടെ ബ്രാൻഡി ആവട്ടെ, അങ്ങനെ അങ്ങനെ പോകുന്നത് അങ്ങനെയല്ലേ? ഉം. കുട്ടികൾ ആദ്യം തന്നെ ചെറിയ സിഗരറ്റ് ഒരു പഫ് എടുത്ത് നോക്കും ആരുടെ അടുത്തുനിന്നെങ്കിലും. ആ പഫ് ഭയങ്കര നമുക്ക് ശ്വാസം മുട്ടലും അസ്വസ്ഥതയൊക്കെ തോന്നും. പിന്നെ അത് കൊള്ളാമല്ലോ. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വലിക്കുമ്പോൾ അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. പതുക്കെ പതുക്കെ മൂക്കിൽ നിന്ന് അത് വന്നിങ്ങനെ പുകയുടെ ചുരുളുകൾ ഉണ്ടാക്കാൻ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ കണ്ടിട്ട് അതൊക്കെയായിരുന്നു. ആ സമയത്ത് വായിക്കൂടെ ഹാ എന്നാക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് 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 പുക പോകും. അങ്ങനെയൊക്കെയാണ് അഡിക്ഷനായിട്ട് ഒരു ദിവസത്തെ 30ഉം 40ഉം സിഗരറ്റ് വലിക്കുന്നതിലേക്ക് എത്തുന്നത്. അതിലിത് എന്താ നടക്കുന്നത്? ആഭ്യന്തരമന്ത്രി പറയുന്നു നമുക്കിതൊന്നും വേണ്ട. ഇപ്പം ഈ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ എന്നോട് പറഞ്ഞു, പോലീസ്
ബാറുകളിൽ ചെല്ലുന്നുണ്ട്. 23 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മദ്യം വിളമ്പാൻ പാടില്ല എന്നാണ്. ആ കുട്ടിയെ പിടിച്ചു, കാണിക്കാൻ പറഞ്ഞു. കാർഡ് കണ്ട പ്രായം തോന്നില്ല കേട്ടോ. കാണിച്ചു കൊടുത്തു ആധാർ കാർഡ്. ഇതല്ല, ഇത് നീ ഫോർജ് ചെയ്താണല്ലോ, ഒരെണ്ണം കൂടെ കാണിക്കുക. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചു കൊടുത്തു. ആ ശരിയാണ്, കണ്ടാൽ തോന്നൂല കേട്ടോ, സൂക്ഷിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ആ കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞു, ആൻറ്റി വളരെ സ്ട്രിക്റ്റായിട്ട് രമേശ് ചെന്നിത്തല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തൂഫാൻ ടീം തന്നെ 21 വയസ്സ് 18 വയസ്സ് കുറച്ച് പ്രായം തോന്നുന്ന പിള്ളേരെയൊക്കെ കയറ്റിവിടുകയാണ് ബാറിലേക്ക്. പുറത്ത് ഇവർ വെയിറ്റിംഗ് ആണ്. മദ്യം സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവർ കയറുകയാണ്. കൊടുക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു സ്ഥലത്ത് സമയത്ത്, അതായത് രമേശ് ചെന്നിത്തല തന്നെ കൊണ്ട് കഴിയുന്ന പോലെ കേരളത്തെ ലഹരി വിമുക്തമാക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് മറ്റേ സൈഡിൽ അവരുടെ തന്നെ മുഖ്യമന്ത്രി ഇങ്ങനത്തെ നയങ്ങളുമായിട്ട് വരുന്നത്. അല്ല, ഇതില് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുന്ന പ്രധാന വിഷയങ്ങളുണ്ട്. എന്തിനാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതിപ്പോൾ ഉന്നയിക്കുന്നത്? കാരണം ഏറ്റവും കൂടുതൽ കേരളത്തിലെ തലമുറ മദ്യം ഉപയോഗിക്കുമെന്നുള്ള ഒരു വിഷമം, അല്ലെങ്കിൽ ആ ഒരു വിഷമം പ്രകടിപ്പിക്കുന്ന ഇതേ സർക്കാർ, ഇദ്ദേഹം 2 ടേം ഇരുന്ന സമയത്ത് അതുകൊണ്ടല്ലേ മാറ്റിയതാതിര, അതുകൊണ്ടല്ലേ 102 സീറ്റ് കൊടുത്ത് UDF സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലേറ്റിയത്. LDF സർക്കാരിന്റെ പല കാര്യങ്ങളിലും ജനങ്ങൾക്കുള്ള താല്പര്യമില്ലായ്മ കൊണ്ടാണ്. സ്വന്തം കുട്ടികൾ കുടിച്ചും മതിച്ച് പിമ്പിരി അടിച്ച് ഈ MDMA കഞ്ചാവൊക്കെ അടിച്ച് നടക്കുന്നത് കണ്ട് സഹികെട്ടാണ് ജനങ്ങൾ മാറിക്കുത്തിയത്. ഇവർ തന്നെ ചെയ്യാനായിരുന്നെങ്കിൽ വി.ഡി. സതീശൻ എന്ത് വിട്ടുതരാ പറയുന്നത്? അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ജനപിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ 3-ാം വട്ടവും സത്യപ്രതിജ്ഞയ്ക്കുള്ള സ്ഥലവും തീയതിയും ജോത്സ്യൻ്റെ അടുത്ത് സമയവും വരെ മേടിച്ചിരുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. 3-ാം പിണറായി സർക്കാരിന് വേണ്ടി 3.0 അല്ലേ, 3.0 വേണ്ടിയിട്ട്. ആ സമയത്ത് അവരെ മാറ്റിയെങ്കിൽ അവരുടെ കർമ്മ പദ്ധതികൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ജനങ്ങൾ കൊടുത്തൊരു വലിയ മാൻഡേറ്റിലാണ്. അത് തന്നെയാണ് പിന്തുടരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിരിക്കുന്നത്? പിണറായി തന്നെ കയറിയിരിക്കില്ലേ? അപ്പം ഇങ്ങനെയൊന്നും പറയണ്ട. നമ്മളെല്ലാവരും കഴിക്കുന്നത് അരിയാഹാരം തന്നെയാണ്. അവരുടെ താല്പര്യങ്ങൾ തന്നെയാണ് പിന്തുടരാൻ തീരുമാനമെങ്കിൽ കേരളം ഉടനെ തന്നെ നിരത്തിലേക്ക് ഇറങ്ങും. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പുറത്തേക്ക് ഇറങ്ങും. മാത്രമല്ല, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന, സ്വന്തം കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന മാതാപിതാക്കളും അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരും പുറത്തേക്ക് ഇറങ്ങും. നമ്മൾ ശബരിമല വിഷയത്തിൽ കണ്ടതല്ലേ. ആരെങ്കിലും വിളിച്ചിട്ടാണോ? എല്ലാ ഭക്തജനങ്ങളും പുറത്തേക്ക് ഇറങ്ങിയില്ലേ നാമജപയാത്രയിൽ? അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കൂ, ഞങ്ങളെ സംരക്ഷിക്കൂ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ അമ്മമാരെ, ഞങ്ങളുടെ സഹോദരിമാരെ, മക്കളെ, പെൺമക്കളെ സംരക്ഷിക്കൂ എന്നും പറഞ്ഞ് വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരുന്നത് കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയാണെന്നല്ലേ പറയുന്നത്? എവിടത്തെ നിർവചനമാണ്? സ്ത്രീകളെ വരെ കുടിപ്പിച്ച് കിടത്താണ്. ഒരു പുതുതലമുറയ്ക്ക് ജീവൻ കൊടുക്കേണ്ടത് സ്ത്രീകളാണെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് നമ്മൾ കരുതൽ കൊടുക്കണം. എത്ര ലഹരി കുറഞ്ഞ മദ്യമാണെങ്കിലും എന്തെങ്കിലും ലഹരി ഉണ്ടല്ലോ, അതിലല്ലേ ഈ പെർസെൻറ്റേജ് കണക്കുകൾ പറയുന്നത്. ഇങ്ങനെ ഒരു പദ്ധതി മുന്നിലേക്ക് കൊണ്ടുവരുന്നു. ഇതിനു മുൻപ് കൊണ്ടുവന്നിരുന്ന പദ്ധതികൾ നോക്കുകയാണെങ്കിൽ വീര്യം കൂടിയ 40 മുതൽ 60% വരെ അത്രയും ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടായിരുന്ന മദ്യത്തിന് നികുതി കുറച്ച് കൊടുത്തിരുന്നതിൽ നിന്നും അത് മാറ്റിയിട്ടാണ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച് കൊടുക്കുന്ന രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് UDF കമ്മിറ്റി വരുമെന്നും അതുപോലെ തന്നെ കമ്മിറ്റിയിൽ തീരുമാനം ഓക്കെ ആണെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ എന്നും വി.ഡി. സതീശൻ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ എന്തിനാണ് ആരും അറിയാണ്ട് പെട്ടെന്ന് എല്ലാവർക്കും ഷോക്കാക്കിക്കൊണ്ട് അദ്ദേഹം ബഡ്ജറ്റ് അവതരിച്ചപ്പോൾ ഇത് വായിച്ചത്? ഒരൊറ്റ കൈയടി, അല്ലെങ്കിൽ സാധാരണ ബെഞ്ചിൽ നിന്ന്, ഞാനും കൗൺസിലർ ഞങ്ങൾ ബെഞ്ചിലിട്ടാണ് അടിക്കുക, ഒരു കൈയടി കിട്ടിയോ? ആരെങ്കിലും ഒന്ന് ഇങ്ങനെ കാണിക്കണുണ്ടോ? ആരെങ്കിലും മുഖത്തൊരു സന്തോഷം വിരിഞ്ഞോ? MLA-മാരുടെ UDF-ന്റെ? ഇതെന്തായാലും ഇവരെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന മുസ്ലിം ലീഗിന്റെ സമ്മതം ഇതിനുണ്ടാവുമോ ഈ ബില്ലിന്? ഇതൊന്നും ചർച്ച ചെയ്തിട്ടല്ലേ അവതരിപ്പിക്കേണ്ടത്? ഇപ്പോഴാണോ കമ്മിറ്റി കൊണ്ടുവരേണ്ടത്? അപ്പം ഇതിൻ്റെ പുറകിൽ നേരത്തെ ആതിര പറഞ്ഞ പോലെ പല പല മദ്യ ജയൻസിൻ്റെയും കൈകളുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മദ്യം നിരോധിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ 1-ാം തീയതി ബാറുകളില്ല, ക്ലോസ്, ഡ്രൈ ഡേ ആണ്. അതുപോലും വേണ്ടാന്ന് വെക്കണമെന്ന് ആലോചിക്കുക. കാരണം ടൂറിസത്തിന് എഫക്റ്റഡ് ആവുന്നു. പല വലിയ വലിയ കമ്പനികളുടെയും മീറ്റിങ്ങുകൾ 1-ാം തീയതി വയ്ക്കാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല. കാരണം കേരളത്തിൽ നിന്ന് ഡ്രൈ ഡേ ആണ്. അപ്പം അങ്ങനെ പോലും ആലോചിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടൂറിസം വേണം, പക്ഷെ അതോടൊപ്പം കേരളം ഉണ്ടാകണം. കേരളത്തിനെ അറബിക്കടലിലേക്ക് കുത്തി താഴ്ത്തിയിട്ടല്ല ടൂറിസം വരും. ടൂറിസം വരുമ്പോൾ സ്വീകരിക്കാൻ ഇവിടെ ആൾക്കാർ വേണ്ടേ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്.
നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.